മുതൽ നമ്മളെ സഹായിക്കാനായിട്ട് ആൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുത്താം. ഹായ്, ഞാൻ റസ്ന മുഹമ്മദ് ജാബിർ. ചൈനയിൽ ബിസിനസ് ചെയ്യുന്നു. കേരളത്തിൽ നിന്നാണ്. ഹാരിസിനെ അറിയാം. കമ്പനിയാണ്. അപ്പോൾ ഓരോരോ സെക്ഷനായിട്ട് അതിൻ്റെ വർക്കുകൾ നടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മെഷീൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ. ചെക്ക് ചെയ്യുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല, ഇത്തരത്തിലുള്ള ഓരോരോ മെഷീനിൽ അത് ലോഡ് ചെയ്ത് വെച്ചിട്ട് അവരുടെ സ്ക്രീനിൽ അവർക്കത് അറിയാൻ സാധിക്കും. അതിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള ആൾ നിന്നിട്ട് അതെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണാം. അതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന വാച്ചുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. കണ്ടില്ലേ, വെള്ളത്തിലേക്ക് മുക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. പല ടൈപ്പ് വാച്ചുകളും വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കിയിട്ടിരിക്കുകയാണ്. ഇതൊരു ബോക്സിൽ വെള്ളം വെച്ചിട്ട് വെള്ളത്തിൽ മുക്കിയിടുക. കണ്ടോ, നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഈർപ്പം കയറാനുള്ള സാധ്യത ഉണ്ടോ എന്നും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്ത്, നമ്മുടെ കയ്യിൽ നിന്ന് ചൂടാവുമ്പോൾ ഈർപ്പം വരാനുള്ള സാധ്യത, അന്തരീക്ഷത്തിൽ ഈർപ്പം പിടിക്കാനുള്ള സാധ്യത, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെക്ഷനായിട്ട് വാച്ചുകളിന് വെച്ചേക്കണ്ട. അപ്പൊ കുറെ നേരം വെള്ളത്തിലിട്ട് വെക്കും. വെള്ളത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ വാച്ചുകളുടെ അസംബ്ലിങ് ഏരിയ കേട്ടോ. ചേച്ചിമാര് നിരനിരായിട്ട് ഇരുന്നിട്ട് വാച്ചുകളൊക്കെ അസംബിൾ ചെയ്യാൻ നോക്കിയേ. അപ്പൊ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടുകൾ സെറ്റ് ചെയ്യുന്ന കാഴ്ച ഉണ്ടോ. അപ്പൊ നമ്മൾ കാണുന്ന കയ്യിലെ ഡയൽ ഉണ്ടല്ലോ വാച്ചിന്റെ, ആ ഡയലുകൾ സെറ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടില്ലേ. ഈ കാണുന്ന കണ്ടില്ലേ, ഈ കാണുന്ന പാറ്റേൺ സംഭവങ്ങളോട് ഉണ്ടാക്കിയ വാച്ചാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, അപ്പൊ അതിന്റെ സെറ്റിംഗ് ആണ് അവിടെ ഉണ്ട്, ഉൾവശം കണ്ട്. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. വാച്ചിന്റെ സൂചി പിടിപ്പിക്കുന്ന കാഴ്ച കേട്ടോ. സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി കറങ്ങി സമയം കാണിച്ചു തരില്ല, അത്തരത്തിലുള്ള സൂചികൾ കൃത്യമായിട്ട് പിടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ബ്രാൻഡിൽ ഇതൊക്കെ അടിച്ച് കിട്ടും കേട്ടോ. ഈ സ്ഥാനത്ത് നമ്മുടെ പേര് വേണമെങ്കിൽ ഇത് നോക്കൂ, ഇത് ഡസ്റ്റ് ക്ലീനിങ് ആണ്. ഒരു പ്രഷർ കൊടുത്ത് ഇപ്പൊ നമ്മൾ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുമല്ലോ ഡയല്, അതിൽ എന്തെങ്കിലും ഡസ്റ്റ്. ഒരു ഓവൻ കണ്ടില്ലേ, അതായത് 55 ഡിഗ്രി ചൂടിൽ 30 മിനിറ്റ് വെക്കുകയാണ് ചെയ്യണത്. ഇത് കണ്ടില്ല, ഓരോ ഓവണിൽ വാച്ചുകളാണ് ഇരിക്കുന്നത്. നല്ല ഓവണിൽ നമ്മളൊക്കെ സാധാരണ ഭക്ഷണം ചിക്കനൊക്കെയാണ് ഓവണിലൊക്കെ വെച്ച് ചുട്ടെടുക്കണമെങ്കിൽ ഇവിടെ വാച്ചാണ് വെച്ചേക്കണത്. 55 ഡിഗ്രി ചൂടിലിട്ടത് കണ്ട, 55 ഡിഗ്രി ചൂടിലാണ് ഈ വാച്ച് ബാക്ക് സൈഡ് ക്ലോസ് ചെയ്യാണ്ട് വെക്കുന്നത്. എന്തായാലും ഭയങ്കര കൗതുകം നിറഞ്ഞ കാഴ്ചകൾ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വാച്ച് കമ്പനി കാണുന്നത്. വാച്ചുകൾ പലതും ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളത് ഇപ്പൊ ഇഷ്ടപ്പെട്ട് മേടിച്ച മറ്റൊരു വാച്ച് കണ്ടില്ലേ. ഇതിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയാട്ടോ. ഇത് കണ്ടിട്ട് വാച്ചിനെ കുറിച്ച് അറിയാവുന്നവർ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോ ഇത് പുറത്തേക്ക് കയറി പോകുന്ന വാച്ചാണ് കേട്ടോ അത്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? ഇതൊരു ബോക്സിലൊക്കെ വെച്ച് പാക്ക് ചെയ്ത് വന്നാലാണ് ഇതിന്റെ ഭംഗി ശരിക്കും അവിടെ കാണാൻ പറ്റുള്ളൂ. അടുത്ത സെക്ഷനിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇവിടെ വരുമ്പോൾ കാണുന്നത് വെച്ചാൽ ഡിസൈനിങ് ആണ് കേട്ടോ. വാച്ചിന്റെ ഡിസൈനിങ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതനുസരിച്ചിട്ട് ഇവർ പല ഡൈകളും മറ്റു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് പുതിയ പാറ്റേൺ ഒക്കെ ഇവര് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹെവി ഡൈല് വാച്ചുകളാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് മുമ്പൊക്കെ എന്റെ വീഡിയോസിലൊക്കെ കണ്ടു കാണും. ഹെവി ഡൈ